നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ താമസിക്കുന്നതിന്റെ പഴി ഇന്ത്യക്ക് മേൽ ചുമത്താനുള്ള അമേരിക്കയുടെ ശ്രമം കയ്യിലിരിക്കട്ടെ. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറിന് തടസ്സമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിളി വൈകിയതാണെന്ന അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുക്കിന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് ഇന്ത്യ രംഗത്തെത്തിയത്. ഈ ആരോപണം തെറ്റാണെന്നും രണ്ടു രാജ്യങ്ങളും കരാറിനടുത്തെത്തിയിരിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അമേരിക്കയുടെ താല്പര്യത്തിന് മേൽക്കൈ നൽകുന്ന വിധത്തിലുള്ള കരാർ വരുന്നതിനെയാണ് ഇന്ത്യക്ക് എതിർപ്പുള്ളത്. അതുകൊണ്ടാണ് കരാർ നീണ്ടുപോകുന്നത് എന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് സംസാരിക്കാത്തത് കൊണ്ടാണ് കരാർ യാഥാർത്ഥ്യമാകാത്തതെന്നാണ് യുഎസ് വാണിജ്യ സെക്രട്ടറിയുടെ കുറ്റപ്പെടുത്തൽ. ഇക്കഴിഞ്ഞ നവംബറിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. വ്യാപാര കരാറിൽ പ്രതീക്ഷിച്ച പുരോഗതി കൈവരിക്കാതിരുന്നതിനെ തുടർന്ന് ട്രംപ് ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് ആരോപിച്ച് പിഴ തീരുവ ചുമത്തിയതും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതിരുന്നതിന് കാരണം കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി സംസാരിക്കാൻ വിസമ്മതിച്ചതാണ് എന്നാണ് വാണിജ്യകാര്യ സെക്രട്ടറി ഹൊവാർഡ് ലുക്നിക് വ്യക്തമാക്കിയത്. കരാർ നേരത്തെ യാഥാർത്ഥ്യമാകുമായിരുന്നുവെങ്കിൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ തീരുവ ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നു എന്നുമാണ് ലുക്നിക്കിന്റെ അവകാശം. അമേരിക്കയുമായി അതിവേഗ ചർച്ചയ്ക്ക് തയ്യാറായ എല്ലാ രാജ്യങ്ങൾക്കും കുറഞ്ഞ തീരുവയാണ് ചുമത്തിയതെന്നും അയാൾ അവകാശപ്പെടുന്നു. നിലവിൽ 50% തീരുവയാണ് ഇന്ത്യക്കുമേൽ ഇറക്കുമതി തീരുവയായി അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ജനുവരി പകുതിയോടെ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു റിപ്പോർട്ട്. അതേസമയം നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ വിളിച്ച് ഉറപ്പിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന ആരോപണം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. 2025 8 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി യുഎസ് പ്രസിഡന്റിനെ വിളിച്ച് വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. വ്യാപാര കരാർ ഉറപ്പിക്കുന്നതിന് നരേന്ദ്രമോദി വ്യക്തിപരമായി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപാര കരാർ വ്യാപിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് യുഎസ് പയറ്റുന്നു എന്ന സൂചനയും നൽകുന്നുണ്ട്. സർ, താങ്കളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി തന്നോട് കൂടിക്കാഴ്ചയ്ക്കായി അഭ്യർത്ഥിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും ഇന്ത്യ വീഴില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 13 തുടങ്ങിയ ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ച തുടരുകയാണ്. റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യക്കുമേൽ തീരുവ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന യുഎസ് ബിൽ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. ഇക്കാര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സർ എന്ന് ട്രംപിനെ അഭിസംബോധന ചെയ്ത് ട്രംപിനെ കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രണ്ടു രാഷ്ട്ര നേതാക്കളും പരസ്പരം ആദരവോടെയാണ് സംസാരിക്കാറുള്ളത്. കാരണം ഒരാളെ അടിയറവ് പറഞ്ഞു നിൽക്കുവാനോ ഒരാളെ പ്രീണിപ്പിച്ച് നിൽക്കുവാനോ കാര്യം ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെയും ട്രംപിന്റെ ഇത്തരം പൊള്ളയായ തള്ളലുകളെ ഇന്ത്യ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്.